ശ്രദ്ധിച്ചിരിക്കണം. വജ്രക രസായനം കൊടുത്ത് മലത്തിൽ കഫം തനിച്ചാവുമ്പോൾ നിർത്തണം. നോക്കിയിരിക്കണം. കഫം തനിച്ച് മലം വന്നു തുടങ്ങിയാൽ അപ്പം നിർത്തണം. ആദ്യത്തെ ആ ലക്ഷണം കാണുമ്പോൾ തന്നെ നിർത്തണം. അത് കഴിഞ്ഞാൽ വമന ക്രിയയൊക്കെ ചെയ്യുന്ന പോലെ ശ്രദ്ധിച്ചിരിക്കണമെന്ന് സാരം. തുടർന്ന് ബാഹുശാല ഗുളം 3 ആഴ്ച കൊടുക്കുക. തുടർന്ന് ആ 3 ആഴ്ച കഴിഞ്ഞ് ഗുൽഗുലു തിക്തക മധുസ്നുഹി 1.5 മാസം കൊടുക്കുക. മഹാത്രിഫലാദി എണ്ണ തലയ്ക്ക് തളവും വെക്കുക. തലവേദനയുടെ ലക്ഷണമുണ്ട്. നേരത്തെ പറഞ്ഞ പഥ്യാഷഡംഗം ശർക്കര ചേർത്തും കൊടുക്കുക. ഇത് കൊണ്ട് മിക്കവാറും ആസ്ട്രോസൈറ്റോമ, ഗ്ലയോമ, മിക്സഡ് ഗ്ലയോമ ഒക്കെ മാറും. വളരെ സ്പീഡിൽ മാറണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അതിനെളുപ്പവഴി ഒരാടിൻ്റെ തല 3 ദിവസം സൂപ്പ് വെച്ച് കൊടുക്കുന്ന ഒരു യോഗമുണ്ട്. അത് വളരെ ഫലപ്രദമാണ്. 100% റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അനുഭവം. പക്ഷെ അത് മാംസഭുക്കുകൾക്കേ പറ്റൂ. ഞാൻ ഈ പറഞ്ഞതെല്ലാം വെജിറ്റേറിയൻസിന് കൊടുക്കാം. വെജിറ്റേറിയൻസ് ഒരിക്കൽ പോലും ആ മരുന്ന് കഴിക്കരുത്. കാരണം ഈ ദോഷം ജനിതക പ്രശ്നത്തോടു കൂടിയതായതുകൊണ്ട്. അതാണ് ഞാൻ വായിച്ച് നിങ്ങളെ കേൾപ്പിച്ചത്. മാതാവിൻ്റെ ജനിതകവും പിതാവിൻ്റെ ജനിതകവും ബീജഭാഗേ ബീജഭാഗ അവയവേ. ബീജം, ബീജഭാഗം, ബീജഭാഗ അവയവം. എത്ര സൂക്ഷ്മമായി ചരകസുശ്രുതന്മാർ പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. അതുകൊണ്ട് ബീജഭാഗത്തിൽ വരുന്ന ദൂഷ്യം ഗർഭാശയദുഷ്ടി ആണ് എങ്കിൽ അത് കുട്ടിയാവില്ല. അതിന് പകരം അത് കുട്ടിയാകുന്നുവെങ്കിൽ അതാത് അവയവങ്ങളുടെ, അതാത് കോശങ്ങളുടെ വൈകല്യമായി തീരുന്നു. കോശവൈകല്യത്തെ, അപരിസംഖ്യങ്ങളായ കോശങ്ങളുടെ വൈകല്യത്തെ, അതിൻ്റെ വർധനവിനെ ജനിക്കുമ്പോൾ തന്നെയുള്ള, കാരണം ഗർഭത്തിൽ വെച്ച് 56 ദിവസം കൊണ്ട് 32 മൈറ്റോസിസ് ഉണ്ടാവും. 20+12 ഇത് നിർണായകങ്ങളാണ്. പ്രൈമറി മൈറ്റോസിസാണ്. അവിടെ സ്വഭാവം, പെരുമാറ്റം, വളർച്ച, ആയുസ് എല്ലാം നിശ്ചയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവയെ അതിജീവിക്കുക എന്നുള്ളതാണ് രസായനം കൊണ്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ രസായനത്തെ വ്യക്തമായും സുദൃഢമായും പഠിക്കുകയും രസായനം ഉപയോഗിക്കാനുള്ള തന്ത്രങ്ങൾ അറിയുകയും ചെയ്താൽ നല്ലൊരു ശതമാനം വരെ ക്യാൻസർ കൈപ്പിടിയിൽ ഒതുക്കാം. അതിൽ സ്ത്രീകൾക്ക് കൊടുക്കുമ്പോൾ ചവനപ്രാശം കൊടുക്കരുത്. കാരണം പുരുഷ ഹോർമോണുകളുടെ തലത്തിലാണ് അതിൻ്റെ വളർച്ച. ആ നിലയിൽ അത് FSHലും മറ്റും പരിണാമമുണ്ടാക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് അതിനെ വളരെ ശ്രദ്ധയോടെ ഉപയോഗിച്ചാൽ അതാത് അവയവങ്ങളിൽ കോശത്തിൻ്റെ വർധനവ്, പുരുഷഗ്രന്ഥികളിൽ, അതുപോലെ തന്നെ ഓവറിയിൽ ഒക്കെ വരുമ്പോൾ അതാതിനോട് ചേർന്ന് വരുന്ന സുകുമാര രസായനാദികളും മറ്റും വളരെ ഫലപ്രദങ്ങളാണ്. അതെല്ലാം ആലോചിച്ച് കൊടുക്കുക. ലുക്കീമിയ അതിനൊരു മരുന്നെങ്കിലും പറഞ്ഞു തന്നില്ലെങ്കിൽ ഞാൻ മര്യാദയോട് കാണിച്ചു എന്ന് എനിക്ക് തന്നെ തോന്നും. പ്ലേറ്റ്ലെറ്റ്സിൽ, TCയിൽ, ഹീമോഗ്ലോബിനിലൊക്കെ വ്യതിയാനം വരുന്നതാണ്. ഹീമോഗ്ലോബിനിൽ വരുന്ന വ്യതിയാനം വളരെ വേഗത്തിൽ മാറി കിട്ടും. അതിന് ഏറ്റവും നല്ല പ്രയോഗം ഒരു നല്ല ചെന്തങ്ങിൻ്റെ കരിക്ക് ചെത്തുക, അതിലേക്ക് ഒരു പിടി പുകയറ ഇടുക. പുകയറ എന്ന് പറഞ്ഞാൽ അറിയുമെന്ന്.
വാരിയിടുക, ഗൃഹധൂമം. എന്നിട്ടൊരു ചട്ടിയിൽ കുറച്ച് മണൽ വെച്ച് മുകളിൽ വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. നല്ല റെഡായിട്ടുള്ളൊരു ലിക്വിഡ് കിട്ടും. കഴിയുമെങ്കിൽ പ്ലാവ്, മാവ് തുടങ്ങിയ ഫലവൃക്ഷങ്ങളുടെ തടി കത്തിച്ചതോ തെങ്ങിൻ്റെ മടൽ കത്തിച്ചതോ ആയ പുകയുള്ള ഇടത്തുനിന്നാണ് എടുക്കുന്നതെങ്കിൽ ഉത്തമമാണ്. അത് തിളപ്പിച്ച് ആ വെള്ളം കുടിക്കാൻ കൊടുത്താൽ ഹീമോഗ്ലോബിൻ ഇൻക്രീസ് ചെയ്യും വളരെ പെട്ടെന്ന്. പുകയിറയ്ക്ക് പകരം കോലരക്കിട്ടാലും ഇതേ ഫലം കിട്ടും. കോലരക്കും പുകയിറയും കൂടി ഇട്ടാൽ പ്ലേറ്റ്ലെറ്റ് കൂടി ഇൻക്രീസ് ചെയ്യും. കോലരക്കും പുകയിറയും കൂടി ഇട്ടാൽ പ്ലേറ്റ്ലെറ്റ് കൂടി ഇൻക്രീസ് ചെയ്യും. ഒരു പിടി വിതിട്ട ഒരു 10-12 ദിവസം കൊടുക്കുക. 4 ദിവസം കൊടുത്തിട്ട് എക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇൻക്രീസ് ചെയ്യും, വളരെ വേഗം ഇൻക്രീസ് ചെയ്യും. കീഴാർ നെല്ലി പാലിലരച്ചു കൊടുത്താൽ ഇത് ഇൻക്രീസ് ചെയ്യും ഹീമോഗ്ലോബിൻ്റെ. പപ്പായയുടെ തളിരില അരച്ച് പാലിൽ കൊടുത്താൽ പ്ലേറ്റ്ലെറ്റ് തനിച്ച് ഇൻക്രീസ് ചെയ്യും നല്ലപോലെ. വളരെ വേഗത്തിൽ ഇൻക്രീസ് ചെയ്യും. ചേർക്കുരുവിൻ്റെ ഏത് പ്രയോഗവും, അതായത് അമൃതഭല്ലാതകം, മഹാഭല്ലാതകം, ഘൃതങ്ങളും ലേഹ്യങ്ങളുമൊക്കെ TC കുറഞ്ഞു പോയത് ഇൻക്രീസ് ചെയ്യാൻ നല്ലതാണ്. ഏറ്റവും ഫലപ്രദമായി കണ്ടിട്ടുള്ളത്, അതായത് 400 TCയിലെത്തി മൃത്യുവക്ത്രത്തിൽ കിടക്കുന്ന ആള് രക്ഷപ്പെട്ട് കണ്ടത് ബാഹുശാല ഗുളത്തിലാണ്. അത് ഏറ്റവും ഫലപ്രദമാണ്. പക്ഷെ അത് 2 യോഗമുണ്ട്. അതുകൊണ്ട് കൊടുത്തൊന്ന് പരീക്ഷിച്ചോണം. കാരണം ഞങ്ങൾക്കത് ഏത് യോഗമാണ് ഫലം തന്നതെന്ന് ഇപ്പോഴും നല്ല നിശ്ചയം പോരാ. കാരണം ഒന്ന് ഫലമില്ലാത്തതാണെന്ന് ഞങ്ങൾക്കറിയാം. അതുമാത്രം നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. ഞങ്ങളും അത് ഇപ്പോഴും മാറി മാറിയാണ് കൊടുക്കുക. കാരണം വെച്ചാൽ കൃത്യമായി കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾക്ക് അത്ര വിജയകരമായി കിട്ടിയിട്ടില്ല. ഇനി ചില രോഗിയിൽ ഇത്, ചില രോഗിയിൽ മറ്റത് എന്ന നിലയിലാണോ എന്നറിയില്ല. ബാഹുശാല ഗുളത്തിൻ്റെ 2 യോഗങ്ങൾ മാർക്കറ്റിൽ ഓടുന്നുണ്ട്. അത് വളരെ ഫലപ്രദമാണ്. കാരണം ബോംബെ പ്രസിദ്ധമായ ജസ്ലോക്കിലും മറ്റേ അപ്പോളോയിലും, മദ്രാസ് അപ്പോളോയിലും കീമോ ചെയ്ത് പ്ലേറ്റ്ലെറ്റ് 400-ൽ താഴെയെത്തി മൃത്യുവക്ത്രത്തിൽ കിടക്കുമ്പോൾ അത് ഇൻക്രീസ് ചെയ്യാൻ ഒരു മരുന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞിട്ട് അവിടുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു കൊടുത്തിടത്ത് പോലും പൂർണ്ണമായ ഫലം കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് സംശയം വേണ്ടാത്തതാണ്. എന്നാൽ WBC ഇൻക്രീസ് ചെയ്യുമ്പോൾ മുത്തള് വളരെ ഫലപ്രദമാണ്, ചിറ്റമൃത് ഫലപ്രദമാണ്, വാശാകുളിച്ചാദിയൊക്കെ നല്ല ഫലപ്രദമാണ്. നോക്കിക്കൊടുക്കണം. കാരണം TC കൂടുന്നിടത്ത് പാണ്ഡുവിന് പറഞ്ഞിരിക്കുന്ന വാശാകുളിച്ചാദി കഷായമൊന്നും കൊടുക്കരുത്. പാണ്ഡുതയിൽ TC വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കേസുകളിൽ കൊണ്ടുപോയി AML M2 പോലുള്ളതിൽ TC കുറയുകയാണ് ചെയ്യുക. അങ്ങനെ TC കുറയുന്ന കേസുകളിൽ നേരെ കൊണ്ടുപോയി വാശാകുളിച്ചാദിയും മറ്റും പാണ്ഡുതയ്ക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് കൊടുക്കരുത്. കാരണം ചിറ്റമൃതത്തിനെ കുറയ്ക്കുകയാണ് ചെയ്യുക, വീണ്ടും കുറയും. മുത്തല് കൊടുക്കരുത്. ചേർക്കുരു കൊടുക്കാം, ഗുൽഗുലു ശുദ്ധി ചെയ്തത് കൊടുക്കാം, കൊടുവേലി കൊടുക്കാം. അതൊക്കെ ഫലപ്രദമാണ്. കൊടുവേലി എല്ലാ ക്യാൻസറിനും നല്ലതാണ്. പ്രത്യേകിച്ച് വിദ്രധിയിലും ഗ്രന്ഥിയിലും വളരെ ഫലപ്രദമാണ്. അതേ സമയത്ത് തന്നെ നിത്യകല്യാണിയുടെ ഒരു 41 ഇലയും താളകഭസ്മവും സ്വർണഭസ്മവും കാന്തസിന്ദൂരവും ഗുൽഗുലുവും ചേർത്ത് കൊടുത്താൽ TC വളരെ കയറിയിരിക്കുന്നതിൽ ഫലം പെട്ടെന്ന് കാണുന്നതാണ്. പിന്നെ പ്ലേറ്റ്ലെറ്റ് ഇൻക്രീസ് ചെയ്യാൻ മുമ്പ് പറഞ്ഞ പെരിങ്ങലവും വളരെ നല്ലതാണ്, അത്യന്തം ഫലപ്രദമാണ്. പ്ലേറ്റ്ലെറ്റിൽ പെരിങ്ങലം നല്ലതാണ്. മറ്റേ ഇപ്പോൾ പറഞ്ഞതിൽ TC ഇൻക്രീസ് ചെയ്യാൻ സ്വർണഭസ്മം, താളകഭസ്മം, കാന്തസിന്ദൂരം.
അതിൽ 41 ഇല നിത്യകല്യാണിയുടെ ഗുൽഗുലു ഇത്രയും ചേർത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് കൈപ്പാവൊക്കെ നല്ലോണം വന്നാൽ മുത്തുളുമൊക്കെ ചേർക്കാം, ചിറ്റമൃതിന് നീരിലൊക്കെ കൊടുക്കാം. പക്ഷേ കൊടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവും. ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കുന്നത് ആ വിങ്കാറോസിയയാണ്, അതായത് ആ നിത്യകല്യാണിയാണ്. അത് ഷുഗറിന് ഏറ്റവും ഫലപ്രദമായ ഔഷധങ്ങളിലൊന്നാണ്. കാരണം പെട്ടെന്നാണ് താഴുക. അപ്പോൾ നോക്കിയിരിക്കണം. രോഗി തലചുറ്റുകയോ വല്ലതും ചെയ്താൽ അന്നേരം തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അപ്പോൾ തന്നെ ട്രിപ്പ് ഇടണം, അല്ലെങ്കിൽ അപ്പോൾ തന്നെ പഞ്ചസാര വാരി കൊടുത്തോണം. അതിനൊരു എളുപ്പവഴി, ഇത് കൊടുക്കുമ്പോൾ തന്നെ ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തം കൊടുത്താൽ വലിയ വിഷമിക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ വിഷമിക്കും. അത് ഓർത്തോണം, അത് പറഞ്ഞെന്നില്ല എന്ന് ധരിക്കരുത്. ലുക്കീമിയ വളരെ ഫലപ്രദമാണ്. അതിൽ കുംഭകചൂർണം മസ്തിഷ്ക രക്തസ്രാവത്തിന് നല്ലതാണ്. ചുണ്ട് മോണയൊക്കെ പൊട്ടുന്നതിനും അത് നല്ലതാണ്. പിന്നെ വരണാദി കഷായവും വരണാദി ഘൃതവും വജ്രകഘൃതവും നല്ലതാണ്. മധുസ്നുഹിയുടെ എല്ലാ യോഗങ്ങളും, മധുസ്നുഹി വലുത് ചെറുത്, തിക്തക മധുസ്നുഹി, മഹാതിക്തക മധുസ്നുഹി, ഗുൽഗുലു തിക്തക മധുസ്നുഹി, അതെല്ലാം ഫലപ്രദമാണ്. ഗോമൂത്രഹരിതകിയും വളരെ ഫലപ്രദമാണ്. ചിഞ്ചാതി ലേഹ്യത്തിലും നല്ല റിസൾട്ട് പാണ്ഡുതയിൽ കിട്ടുന്നതാണ്. ഞാൻ ആ ഭാഗവും മരുന്ന് മാത്രം പറഞ്ഞു. അതിനെ പാണ്ഡുതയെ കാണുന്ന രീതി, പാണ്ഡുവിനെ എങ്ങനെയാണ് കാണുക, ബ്രസ്റ്റ് ക്യാൻസർ എങ്ങനെയാണ് കാണുക. ബ്രസ്റ്റ് ക്യാൻസറിലെ മുഴയ്ക്ക് പൊട്ടുന്നതിന് മുമ്പാണ് ചുക്കും മോരും കൂടെ അരച്ച് പുരട്ടിയാൽ മതി, മോരിലരച്ച് പുരട്ടിയാൽ മതി. അതിനെ ഞങ്ങൾ സമീപിച്ചിട്ടുള്ള രീതി കാശ്യപ സംഹിതയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അത് നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരേണ്ടതാണ്. കാശ്യപ സംഹിതയെ അടിസ്ഥാനപ്പെടുത്തി വജ്രം, ധാത്രി കഴിക്കുന്ന ആഹാരത്തിലൂടെ ചെല്ലുന്ന വജ്രം ക്ഷീരവഹകളായ സ്രോതസ്സുകളിലെത്തി അവ ഒരു ക്ഷതം കൊണ്ട് മൂടുകയും അത് പിന്നീട് വളരാനിടയാവുകയും ചെയ്യുന്നുവെന്ന കാശ്യപന്റെ ജീവകന്റെ ചിന്തയെയാണ് ഞങ്ങളതിന് സ്വീകരിച്ചിട്ടുള്ളത്. അവിടെ പറയുന്ന ഔഷധങ്ങളും ഫലപ്രദമാണ്. വജ്രകഘൃതം വളരെ ഫലപ്രദമാണ്. വജ്രക രസായനം ഫലപ്രദമാണ്. വരണാദി കഷായം ഫലപ്രദമാണ്. ജ്യോതിഷാംഗ രസസന്തൂരം ചേർത്ത് ശുദ്ധി ചെയ്ത കൊടുവേലി ഒരു കൊട്ടടക്കയോളം പാലിൽ കഴിക്കുന്നത് ഫലപ്രദമാണ്. അരച്ചിടാൻ ശതാവരിയുടെ ഇല ഏറ്റവും നല്ലതാണ്. പൊട്ടി വ്രണമായി ദുർഗന്ധം വന്നാൽ പപ്പായയുടെ കറ നല്ലതാണ്. ആ ദുർഗന്ധം പോകാനും ഉണങ്ങാനും ഏറ്റവും ഫലപ്രദം അതാണ്. ഉണങ്ങാൻ അതിന് ഏറ്റവും നല്ലത് ഞവരനെല്ലിൻ്റെ അരി പൊടിച്ച് കുറുക്കുക. അത് പപ്പായ ചീകിയെടുത്തതുമായി യോജിപ്പിക്കുക. ബഡ്സോറിന് അത് നല്ലതാണ്. നിങ്ങൾക്ക് കിടക്കുന്ന പേഷ്യൻസ് ഉണ്ടെങ്കിൽ ബഡ്സോറിൽ ആദ്യം പരീക്ഷിച്ച് നോക്കാം. യോഗ നല്ലപോലെ മനസ്സിലാക്കി എഴുതണം. പപ്പായ ചീകിയെടുക്കുക, കറ കളയരുത്. പപ്പായ നടുവേ അങ്ങ് മുറിക്കുക, അകത്തെ ഇതെല്ലാം കായും എല്ലാം തുടച്ചം കളയുക. എന്നിട്ട് ചിരവയിൽ ചീകിയെടുക്കുക, തേങ്ങ ചീകിയെടുക്കുന്ന പോലെ ചിരകിയെടുക്കുക. പച്ച പപ്പായ നല്ല മൂപ്പുള്ളത്, കറ നല്ലോലുള്ളത്. അതിനകത്തേക്ക് നവരയരി നല്ലപോലെ കുറുക്കിയിട്ട് ചൂടോടെ അതുമായി യോജിപ്പിക്കുക. അത് വ്രണത്തിൽ വെച്ചാൽ ബഡ്സോറ്, ഈ ക്യാൻസർ വ്രണങ്ങൾ ഉണങ്ങുന്നതാണ്. ഒരിക്കലും ഉണങ്ങുകയില്ല എന്നുറപ്പ് പറയുന്ന ക്യാൻസർ വ്രണത്തിന്, ഇത്ര പഴകിയ വ്രണത്തിന് ജാത്യാദിഘൃതം കൊണ്ട് ശുദ്ധിയാവുന്നിടത്തോളം ശുദ്ധി ചെയ്ത് കഴിഞ്ഞ് കാഞ്ഞിരത്തിൻ്റെ വടക്കോട്ട് പോകുന്ന വേരിൻ്റെ തോലോ കാഞ്ഞിരത്തിൻ്റെ മൂത്ത തോല് തട്ടുമ്പോൾ അകത്തു വരുന്ന പൊടിയോ എടുക്കുക. കൂടുതൽ നല്ലത് രണ്ടാമത്തതാണ്. അതോടെ മനസ്സിലായോ എന്നറിയില്ല. കാഞ്ഞിരത്തോല് പൊള്ളും,
വെള്ളിയിരിക്കുന്ന കാഞ്ഞിരത്തോല് തട്ടുമ്പോൾ അതിൻ്റെ അകത്തൊരു ചുവന്ന പൊടി ഉണ്ടാവും. ആ പൊടി ചിരണ്ടി എടുക്കുക. അതിൻ്റെ കൂടെ നാടൻ കരിങ്കോഴിയുടെ കാഷ്ടം, നാടൻ പശുവിൻ്റെ ചാണകം ചേർത്ത് പൊടിക്കുക. ഉപയോഗിക്കുമ്പോൾ രോഗിയും ബന്ധുക്കളും മണം കൊണ്ടറിയാതിരിക്കാൻ ഒരല്പം പച്ചക്കർപ്പൂരം ചേർത്തുകൊള്ളുക. അത് മരുന്നല്ല, അത് തട്ടിപ്പിനുള്ള സാധനമാണ്. അങ്ങനെ തന്നെ വിചാരിച്ചുകൊണ്ടേ എഴുതി വെക്കാവും. അല്ലെങ്കിൽ പണ്ട് യാഗത്തിന് പോയ പോലെ ആവും. പൂച്ച ഉണ്ടായിരുന്നതുകൊണ്ട് അത് ശല്യം ചെയ്യുമല്ലോ എന്ന് വെച്ച് കെട്ടിയിട്ടതാണ്. പക്ഷെ പിന്നീട് ചാർത്തെഴുതിയപ്പോൾ കറുത്ത പൂച്ചയൊന്നും കൂടി എഴുതാൻ തുടങ്ങി. ഇത് മരുന്നിൽപ്പെട്ടതല്ല, അതൊക്കെ മിനുക്ക് പണിക്കുള്ളതാണ്. മരുന്ന് മറ്റത് മൂന്നും മാത്രം മതി. അത് നല്ലപോലെ പൊടിച്ചിട്ട് ഒരു തുണി ആ വ്രണത്തിന് മുകളിലിട്ട് അതിൻ്റെ പുറത്ത് വെതറുക. അപ്പോൾ ഇതിലെ ദുഷ്ടജലം മുഴുവൻ വലിക്കും ആദ്യം. വീണ്ടും അതെടുത്ത് കളഞ്ഞ് വീണ്ടും ഇടുക. അങ്ങനെ വലിച്ച് അത് വെള്ളമില്ലാതായാൽ ഈ പൊടി നേരെ അങ്ങ് ഇടുക, ഉണങ്ങും. ഇത് വളരെ ഫലപ്രദമാണ്. അണലി കടിച്ച് അഗത തന്ത്രരംഗത്തുള്ളവർക്ക് അണലി കടിച്ച് വ്രണം പഴുത്ത് ഉണങ്ങാതെ വന്നാൽ ഇതാണ് ഏറ്റവും നല്ല ഔഷധം. അവിടെ ഉപയോഗിച്ച ശീലത്തിൽ നിന്ന്, വിഷചികിത്സയിൽ നിന്ന് ഇങ്ങോട്ട് ഉപയോഗിച്ചത് ഇവിടുന്ന് അങ്ങോട്ട് ഉപയോഗിക്കുന്നതല്ല. കാരണം അണലി കടിച്ചിട്ട് വരുന്ന കോശങ്ങളുടെ പഴുത്തു വരുന്ന വാർദ്ധക്യവും ക്യാൻസർ വ്രണങ്ങളുടെ ഇതും തമ്മിൽ വളരെ സാധർമ്യമുണ്ട്. പണ്ടാണെങ്കിൽ കാരണം അണലിയുടെ വിഷം സിറിഞ്ചിലെടുത്ത് നേരെ ഒരു സ്പ്രേ കൊടുത്താൽ വളരെ ചെറിയ അളവിലാണെങ്കിൽ ഫലപ്രദമാകുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം, അനുമതിയൊക്കെ വാങ്ങിച്ചിട്ട്. ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കാവുന്നതാണ്. വളരെ ഫലപ്രദമാണ്, അങ്ങേയറ്റം റിസൾട്ട് കിട്ടുന്നതാണ്. കാരണം ആ കോശങ്ങൾ പെട്ടെന്ന് വലിയും. അത് പൊള്ളിക്കുമ്പോൾ സംഭവിക്കുന്ന പോലെ. പൊള്ളിക്കുക എന്നുള്ളത് ചികിത്സയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് ഈ വിഷം ചെല്ലുമ്പോഴും ആ കോശം പെട്ടെന്ന് ബ്രെയിനെ അറിയിക്കുന്നത്. ആ സംഭ്രമത്തിൽ മാറിക്കിട്ടും. ഇങ്ങനെ വളരെ പ്രയോഗങ്ങൾ പ്രാചീനർ പ്രയോഗിച്ചിട്ടുണ്ട്. ആലോചിച്ചും കേട്ടും ശ്രദ്ധിച്ചും കൂട്ടായും ഒക്കെ ചെയ്തു നോക്കാമെങ്കിൽ ചെയ്യുക. തീർച്ചയായും ഉണ്ട്. അതുകൊണ്ടാണ് അല്ല, ശോധനയെ ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചു. ആയുർവേദവും ഹോമിയോപ്പതിയും ഒരു രോഗത്തെയും പെട്ടെന്ന് ശമിപ്പിക്കരുത്. അതിൻ്റെ ഫലമാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വികാസത്തിൻ്റെ ഫലമാണ് ആയുർവേദ കാലഘട്ടങ്ങളിൽ കാണാതിരുന്ന ഈ രോഗങ്ങൾ ഇന്ന് വളരെ കൂടുതലായി വന്നത്. ഇന്ന് പണ്ടുണ്ടായിരുന്ന ഒരു രോഗം കാലാന്തരത്തിൽ ഇല്ലാതായതിന് ഉദാഹരണമാണ് ശുഖരോഗം. അതിന്ന് കാണുന്നില്ല. അതേപോലെ തന്നെ പുതുതായി ആവിർഭവിച്ച ചരകസുശ്രുതാദികളുടെ കാലത്തില്ലാതിരുന്നതാണ് സിഫിലിസ് പോലുള്ള രോഗങ്ങൾ. മാധവനിദാനകാരനും ഒക്കെ ഭാവപ്രകാശവുമൊക്കെ അതിൻ്റെ 4 അവസ്ഥകളും വർണ്ണിച്ച് പറയുന്നുണ്ട്. പ്രഥമവും ദ്വിതീയവും ഒക്കെ വർണ്ണിച്ച്. അപ്പോൾ രോഗങ്ങൾ അങ്ങനെ പുതുത് കാലാന്തരത്തിൽ ഉണ്ടാകുന്നത് ഒന്ന് കഴിക്കുന്ന ശമനകാരികളായ ഔഷധങ്ങൾ ശോധന ചെയ്യാതെ കഴിക്കുന്നത് കൊണ്ട്. ഞാൻ ആ എഴുതി തന്ന മരുന്നുകളിൽ ശോധനാപ്രധാനങ്ങളായ മരുന്നുകൾ ധാരാളമുണ്ട്. ഞാൻ പറഞ്ഞില്ല എങ്കിലും ഞാൻ സൂചിപ്പിച്ചു. അതായത് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് രോഗത്തെ ശോധിച്ച് കഴിഞ്ഞു വേണം ചെയ്യാൻ. അല്ലാതെ തടഞ്ഞാൽ നിശ്ചയമായും പുതിയ രോഗങ്ങൾ ആവിർഭവിക്കും. ക്യാൻസർ അത്തരമൊരു രോഗമായി തന്നെ വേണം കരുതാൻ. അതിന് ആയുർവേദത്തിൽ പ്രധാനമായി ചെയ്യേണ്ടത് പഞ്ചകർമ്മങ്ങളാണ് ഏറ്റവും അതിന് ശ്രദ്ധേയം. അത് ഞാൻ സൂചിപ്പിച്ചു. കാരണം പ്രാകർമ്മങ്ങളില്ലാതെ നിങ്ങൾ വസ്തി ചെയ്യില്ല. പ്രാകർമ്മങ്ങൾക്ക് ശേഷമുള്ള വസ്തി രസായനയോഗ്യമാണ്. അതാണ് ക്യാൻസറിന് ഏറ്റവും ഫലപ്രദം. അത് നമ്മൾ ചെയ്തു നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഡോക്ടറുമായിട്ട് ചെറുതായി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെ ഒരു കുടിപ്രവേശം ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റുകൾ ചെയ്തു വച്ചിട്ടുണ്ട് കേരളത്തിൽ. അതായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം അത് തുടങ്ങുമായിരിക്കുമെന്ന് തോന്നുന്നു. അദ്ദേഹവുമായി നല്ല ബന്ധമുണ്ട്. അപ്പോൾ ശരിക്ക് പ്രാകർമ്മങ്ങളോടുകൂടി പഞ്ചകർമ്മം
വളരെ ഇതായി ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതിൽ പലതും പോയി കിട്ടും. അതാണ് ഹേതു വിപരീതത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ചികിത്സയും. അതുകൊണ്ട് അതിന് ഇന്നത്തെ തിരക്കിലും ഇതിലും മനുഷ്യന് പറ്റിയില്ലെങ്കിൽ നമ്മൾ വിരേചന വമനാദികളെങ്കിലും ശ്രദ്ധാപൂർവം ചെയ്യുകയും അഭ്യംഗാദികൾ പ്രാധാന്യം കൊടുക്കുകയൊക്കെ ചെയ്താൽ കുറച്ച് നല്ല മാറ്റം കിട്ടും. അതിലൊരു മരുന്നും കൂടെ ഞാൻ പറഞ്ഞു തന്നേക്കാം. ചോദിച്ചുകൊണ്ട് ആവണക്കിൻ്റെ എണ്ണയിൽ കാഞ്ഞിരത്തിൻ്റെ വേര് ഒന്ന് എഴുതിക്കുള്ളൂ. അത് ചോദിച്ചത് നന്നായി. കാഞ്ഞിരത്തിൻ്റെ വേര്, അരത്ത, കൊട്ടം, മഞ്ഞൾ ഇവ ചേർത്തൊരു എണ്ണ കാച്ചി നെറുകയിൽ വെച്ചാൽ അല്പം കഴിക്കാനും കൊടുത്താൽ നല്ലതാണ്. പക്ഷെ അളവ് കൂടരുത്. കാഞ്ഞിരാണ്, സ്ട്രിക്നിനുണ്ട്. അത് ശോധനായോഗ്യവും ശമനയോഗ്യവുമാണ്. ഇത് പഴയൊരു പ്രയോഗമാണ്. എല്ലായോ കൊട്ടം, മഞ്ഞൾ, അരത്ത, കാഞ്ഞിരത്തിൻ്റെ വടക്കോട്ട് പോയ വേരാണ് പറയുന്നത് പർട്ടിക്കുലറായി. എള്ളെണ്ണയിൽ കാച്ചിയെടുക്കുക. ആവണക്കണ്ണയിൽ കാച്ചിയെടുക്കുക. അത് വളരെ ഫലപ്രദമാണ്. അത് ഗുദത്തിലൊക്കെ വരുന്നതാണെങ്കിൽ ശരിക്ക് വസ്തിയിൽ വരെ ഉപയോഗിക്കാം നല്ല രീതിയിൽ. പിന്നെ ലേപത്തിന് ഉപയോഗിക്കാം, ലേപനമായി ഉപയോഗിക്കാം. ചെറിയ അളവിൽ കഴിക്കാൻ കൊടുക്കാം. ഒരു 15 തുള്ളി 25 തുള്ളി വരെയൊക്കെ കഴിക്കാൻ കൊടുക്കാം. രോഗത്തെയും ആളിൻ്റെ ബലത്തെയും പ്രായത്തെയും ഒക്കെ നോക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ നെറുകയിൽ വെക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഒരു അരമണിക്കൂർ തളമായിട്ട് വെച്ചാൽ നല്ല ഫലം കിട്ടും. വളരെ ഫലപ്രദമാണ്. ഇത് മാത്രം ചെയ്ത് കേരളത്തിൽ ചികിത്സിക്കുന്ന കുടുംബങ്ങൾ പണ്ടുണ്ടായിരുന്നു. അവർക്കാകെയും മരുന്നേ അറിയുള്ളൂ. അല്ലാതെ വേറെ അവരുടെ പൂർവികരും മരുന്ന് മാത്രമല്ല ശാസ്ത്രവും അറിഞ്ഞ് ചികിത്സിച്ചിരുന്നവരാണ്. പിന്നെ ഏതോ കുറിപ്പടിയിൽ നിന്ന് അവർക്ക് ആ മരുന്ന് മാത്രം കിട്ടുകയാൽ ഇത് കൊടുക്കുന്ന ഒരു സമ്പ്രദായം സാധാരണഗതിയിൽ വാദവികാരം കൂടി നിൽക്കുന്ന അവസ്ഥയിൽ വരെ ഫലപ്രദമാണ്. കഫദുഷ്ടിയിലാണെങ്കിൽ 100% മാറും. പൈത്തിക വികാരത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കൃച്ഛ്രസാധ്യമാണ്. പക്ഷെ വാദവികാരത്തിലും കൊടുക്കാം, ചിലതിന് ഫലം കിട്ടും. ഹൃദ്രോഗം എന്ന് പറയുന്നതിനാകെപ്പാടെ ഒരു 4-5 മരുന്നേ ആകുകയുണ്ട്. പക്ഷേ അത് കൊടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ബുദ്ധി ഉപയോഗിക്കണം. ഹൃദ്രോഗത്തിന് ഏറ്റവും ഫലപ്രദമായത് ബലാതൈലം നല്ലതാണ്. ധാന്വന്തരം മെഴുപ്പാകം നല്ലതാണ്. ബലാതൈലം, ധാന്വന്തരം മെഴുപ്പാകം, അഷ്ടവർഗം കഷായം, ഭദ്രാവേരാദി കഷായം, തന്നെ രാസ്നാദശമൂലഘൃതം, ഇത്രയും ആവശ്യം. അതിലേതാണ്ട് 5 തരം ഹൃദ്രോഗവും ആയുർവേദം ഹൃദ്രോഗത്തെ ആകെ തരത്തിലേ പറഞ്ഞിട്ടുള്ളൂ. അത് 5ഉം ഇതുകൊണ്ട് തന്നെ മാറിക്കിട്ടും. അതിനെ കണ്ടീഷൻസൊക്കെ നോക്കി വേണമെങ്കിൽ ശിവാഗുളികയും ചില പ്രത്യേകതയിലൊക്കെ കൊടുക്കാമെന്ന് മാത്രം. വളരെ ഫലപ്രദമാണ്. പിന്നെ ആളുകളുടെ കാശ് കുറേ ഇറങ്ങണമെങ്കിൽ കൂട്ടത്തിൽ അപകടകാരികളല്ലാത്ത മരുന്നുകൾ
കൊടുക്കുന്ന ദശമൂലഹരിത ലേഹ്യം, ഞാൻ പറയാൻ വിട്ടുപോയ ഏറ്റവും ഫലപ്രദമായ ഔഷധം ദശമൂലഹരിത, എല്ലാ കണ്ടീഷനിലും കൊടുക്കാറുണ്ട്. ഹൃച്ഛൂല വരുന്നുണ്ടെങ്കിൽ ഗുൽഗുലുവും, ശുദ്ധി ചെയ്ത ഗുൽഗുലുവും നേർമരുതിന്റെ തൊലിയും പുഷ്കരമൂലവും ഗുൽഗുലുവും മാത്രമായാലും മതി. നേർമരുതിൻ തോലും ഗുൽഗുലുവുമായാലും മതി. മൂന്നും കൂടെയാണെങ്കിൽ കൂടുതൽ ഫലപ്രദമാണ്. പൊടിച്ചു വെച്ചിട്ട് 1 ടീസ്പൂൺ വീതം തേനിൽ ചലിച്ചു കൊടുത്താൽ അഞ്ചൈന പെക്ടോറിസ് എന്ന് ആധുനികർ പറയുന്ന ഹൃച്ഛൂല പൂർണ്ണമായി മാറിക്കിട്ടും. അതിലൊരു കേസ് പോലും ഫെയിലുവർ ഉണ്ടാവില്ല, അത്ര ഫലപ്രദമാണ്. പിന്നെ ബ്ലോക്ക് എന്ന് ആധുനികർ പറയുന്നത് വളരെ എളുപ്പത്തിൽ മാറാൻ മൈസൂർ പൂവൻ, ഇവിടെ പാളയംകോടൻ എന്ന് പറയുന്നു, അതിൻ്റെ വാഴ കൂമ്പ്, മാണി, കൊടപ്പൻ, എന്തോ നിങ്ങളുടെ ഭാഷ, കൊടപ്പൻ, അത് ഒടിക്കുമ്പോൾ വരുന്ന കറ, ഒരു 15 തുള്ളി അര ഔൺസ് വെള്ളത്തിൽ കൊടുത്താൽ ബ്ലോക്ക് അലുക്കും. കാരണം ബ്ലോക്ക് എന്ന് പറയുന്നത് രക്തത്തിലാണ് സംഭവിക്കുന്നത്, അത് കൊഴുപ്പല്ല. കൊഴുപ്പിനെ അല്ല ബ്ലോക്ക് എന്ന് പറയുന്നത്. പറഞ്ഞ് അറിയാവുന്നവർ പോലും ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ കൊഴുപ്പടിഞ്ഞിട്ട് കൊളസ്ട്രോൾ കൂടിയിട്ട് വരുന്നതാണെന്നാണ് ധരിച്ചു വശാകുന്നത്. അനാട്ടമിയും ഫിസിയോളജിയും രചന, ശരീരം നല്ലതുപോലെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ മനുഷ്യ ശരീരത്തിൽ കഴിക്കുന്ന ആഹാരം 13 അഗ്നികളിൽ പചിച്ചു വരുമ്പോഴെല്ലാം നമ്മളിൽ നടക്കുന്ന പ്രക്രിയയിൽ സൂക്ഷിച്ചു വയ്ക്കുന്നത് സ്റ്റാർച്ച് എന്ന് പറയുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണ് ആധുനികരുടെ ഭാഷയിൽ. കൊഴുപ്പെന്ന് പറയുന്നതും കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ തന്നെയാണ്. അതിൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജനാണ്. ഇതെല്ലാം സൂക്ഷിച്ചു വെക്കുന്നത് കൊഴുപ്പായിട്ടാണ്. അഡിപ്പോസ് ടിഷ്യൂകളിലായാലും ലിവറിലായാലും നമ്മൾ ആഹാരത്തെ സൂക്ഷിച്ചു വെക്കുന്നത് കൊഴുപ്പായിട്ട് തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരമെല്ലാം കൊഴുപ്പായി പരിണമിച്ച് സൂക്ഷിച്ച് ആവശ്യത്തിനുള്ള ഊർജ്ജമാകുമ്പോൾ അതാതിന് പറ്റുന്ന വിധത്തിൽ അതിനെ പരിണമിപ്പിച്ച് ഉപയോഗിക്കുകയാണ് പണികൊണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കൊഴുപ്പാണ് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് എന്ന ധാരണ ശാസ്ത്രീയമല്ല. എന്നാൽ ബ്ലഡിൽ ചിലപ്പോൾ ഇരുമ്പിൻ്റെ അംശം അതിസൂക്ഷ്മമായി കൂടുമ്പോൾ അശ്മരി പോലെ ബ്ലോക്കുകളുണ്ടാവും. രക്താശ്മരിക്കുള്ള ചികിത്സകളെല്ലാം ഇവിടെ ഫലപ്രദമാണ്. ഇത് ആകെ ഒരു 15 ദിവസം, പക്ഷെ അളവ് കൂടരുത്. 15 തുള്ളി എന്നുള്ളത് ഫ്രീ ആയി കിട്ടുന്നു എന്നോർത്ത് കൂടുതൽ കഴിച്ചാൽ BP ലോ ആകും. വ്യാനൻ വല്ലാതെ ഇതാവും. വ്യാനൻ്റെ കോപം പൂർണ്ണമായി പോവുക മാത്രമല്ല, പെട്ടെന്ന് തന്നെ ഹൃത്പത്മത്തിൽ നിന്ന് 101 നാഡികൾ, 100 വീതം ശാഖാനാഡികൾ, 72,000 കലകൾ, അതിലൂടെ വ്യാപിക്കുന്നത് വ്യാനനാണ്. അപ്പോൾ ആ വ്യാനനിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് BP താഴും. അതുകൊണ്ട് നോക്കണം, 15 തുള്ളിയിൽ കൂടുതൽ കഴിക്കരുത്. ലോ BP ഉള്ളവർ ആദ്യം കഴിക്കരുത്. അതിൽ സംഭവിക്കുന്നത് വല്യമ്മമാരുടെ ഒരു പ്രയോഗമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഈ ഉപ്പേരി ഉണ്ടാക്കാൻ പാളയംകുടം കായരിഞ്ഞ് ചീനച്ചട്ടിയിലിടും. കറുത്തിരിക്കുന്ന കണ്ടിട്ടുണ്ടാവും. കത്തിക്കരിഞ്ഞാൽ പാളയംകുടം കായരിയുന്ന കത്തി പെട്ടെന്ന് തേയും, മൂർച്ച കൂടും. അതായത് ഒരു പടലൊക്കെ അരിഞ്ഞു കഴിയുമ്പോൾ കൈമുറിയും. അതുവരെ മൂർച്ചയില്ലായിരുന്ന കത്തിക്ക്. ഇത് ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്. ചാണയിൽ തേച്ചാൽ അത്രയും വേഗം മൂർച്ച വരില്ല. അതിന് കാരണം അത് ഇരുമ്പിനെ അലിപ്പിക്കുന്നതാണ്. അപ്പം ബ്ലഡിലുള്ള ആ ഹീമോഗ്ലോബിൻ്റെ ഒഴുക്കിൽ ഗാഠത കൂടി വരുന്നതിനെ അലിപ്പിക്കുവാൻ ഇതിൻ്റെ അകത്തെ രാസവസ്തുവിന് വളരെ ഫലപ്രദമായി കഴിയും. അതങ്ങനെയാണ്. അത് വല്യമ്മമാർ ഉപയോഗിച്ചിരുന്നതിൽ നിന്ന് ഒരു കോമൺ സെൻസിൽ രൂപപ്പെടുത്തി ആരോ എടുത്തിട്ടുള്ള ഒന്നാണ്, പൂർവികരെടുത്തിട്ടുള്ളതാണ് ആ ഔഷധം. ഞാൻ കണ്ടുപിടിച്ചതാണ് എന്നല്ല പറഞ്ഞത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വളരെ ഫലപ്രദമാണ്. ബ്ലോക്ക് അലിക്കാൻ ഇത് നല്ലതാണ്.
പക്ഷെ ബ്ലോക്ക് അലുക്കാൻ തടങ്ങളിൽ ബ്ലോക്ക് കണ്ടമാനമാ സ്രോതസ്സുകളിലുണ്ടായാൽ അലുക്കാൻ ഇതിനേക്കാൾ ഫലപ്രദമാണ് തേൽക്കട വേര് കഷായം. തേൽക്കട കേട്ടിട്ടുണ്ടാവും. തേക്കിട വേര്, തേൽക്കട വേര്, തേളിൻ്റെ ഇതുപോലെ പൂവുള്ള, അത് വളരെ ഫലപ്രദമാണ്. അതിൻ്റെ കഷായം ഒരു 60 ഗ്രാം 12 ഗ്ലാസ് വെള്ളത്തിൽ 1.5 ഗ്ലാസ്സാക്കി പിഴിഞ്ഞരിച്ച് കൊടുത്താൽ 3 നേരം 1/2 ഗ്ലാസ് വീതം കൊടുത്താൽ ബ്ലോക്ക് മുഴുവൻ അലുക്കും. കൂറുമുള്ളെന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്. ഇങ്ങനെ വളഞ്ഞ മുള്ളുകളോട് കൂടിയ ഇഞ്ച പോലെ ഇലയുള്ള വട്ടത്തിൽ നിൽക്കുന്ന വളരെ സുഗന്ധമുള്ള തളിരോടുകൂടി, ആ തളിര് തിരുമ്മിയാൽ നല്ല സുഗന്ധമുണ്ടാവും. കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. കൂമുള്ളെന്ന് പറയുമെന്ന് തോന്നുന്നു. അതിൻ്റെ തളിരില വെള്ളുള്ളി ചേർത്തരയ്ക്കുക. എന്നിട്ട് അല്പം ചൂടുവെള്ളവും ഒരു വെള്ളുള്ളിയും കൂടെ കുടിപ്പിച്ചിട്ട് പുറത്തരച്ചു പുരട്ടുക. ശ്വാസം മുട്ടി നടക്കാൻ വയ്യാതെ ഹൃദയം തിന്ന് തുടങ്ങിക്കഴിഞ്ഞ കേസുകളിൽ ഇത് നല്ലപോലെ കനത്തിൽ പുരട്ടി ഒരല്പം കഴിയുമ്പോൾ അതിൽ നിറയും ഈ അകത്തുള്ള കൃമികൾ. അപ്പോൾ അതങ്ങ് വടിച്ച് കളയുക. അല്ലേ? ഒരുമാതിരി നല്ല ചൂടുള്ള വെള്ളത്തിന് കഴുകി കളയാം. ഒരു പ്രാവശ്യമാകെ ചെയ്യേണ്ടുള്ളൂ. കൃമിജ ഹൃദ്രോഗം അതുകൊണ്ടുമാണ്. അതൊരു പ്രയോഗമാണ്. അതെങ്ങനെയാണ് അകത്തുള്ളത് പുറത്തു വരിക എന്നൊക്കെ ചോദിച്ചാൽ എനിക്കും വലിയ പിടിയൊന്നുമില്ല. ഉള്ളിലെ വെള്ളുള്ളി അല്പം ചൂടുവെള്ളവും കൂടെ കുടിപ്പിക്കുക. ഇത് കഴിക്കുകയൊന്നും വേണ്ട. ഈ സാധനം അരച്ച് പുറത്ത് പുരട്ടുക. ഇതും വെള്ളുള്ളിയും കൂടെ അരച്ച് പുരട്ടുക. ഒരു 5 മിനിറ്റിനുള്ളിൽ പുറത്തേക്ക് വരാൻ തുടങ്ങും. ഇത് പഴയ ആളുകൾ